പാവപ്പെട്ട ആളുകൾക്ക്, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ കഷ്ടപ്പാടുള്ള ഒരാൾ നമുക്ക് തരേണ്ട കാശ് അയാളോട് ചോദിക്കാതെ നമ്മൾ ഒഴിവാക്കി കൊടുക്കുകയോ ചെയ്താൽ അള്ളാഹു നമ്മളോട് അള്ളാഹു ചോദിക്കാൻ പോകുമായിരുന്ന പല ചോദ്യങ്ങളും അള്ളാഹു അതുകൊണ്ട് മാറ്റിവെക്കുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. ഖാന റജുലുൻ യുദായിനുൻ നാസ്, ജനങ്ങൾക്ക് കടം കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. നമ്മുടെ മുൻഗാമികളിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. ജനങ്ങൾക്ക് കടം കൊടുക്കുക, അത് പലിശക്കല്ല, കടം കൊടുക്കുക. അങ്ങനെ കടം കൊടുത്തിരുന്ന ഒരാൾ ഫകാന യഖൂലു ലിഫതാ, തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ചെറുപ്പക്കാരനോട് ഈ മുതലാളി പറയും, പൈസ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട ഒരാളാണ് നമുക്ക് കാശ് തിരിച്ചു തരാനുള്ളതെങ്കിൽ ഫതജാവസ് അൻഹു, അയാൾക്ക് നിങ്ങളത് വിട്ടുകൊടുക്കണം, അയാളോട് പിന്നെ തിരിച്ചു ചോദിക്കണ്ട. എന്തേ? ലഅല്ലല്ലാഹ അൻ യതജാവസ അന്നാ, അള്ളാഹു നമ്മോട് ഒരു പക്ഷേ ഇതുപോലെ അള്ളാഹു നമ്മളോട് പലതും വിട്ടുകളഞ്ഞേക്കും, അള്ളാഹു നമ്മളോട് ചോദിക്കാതെ പോകും. ഫലഖിയല്ലാഹ്, ആ മനുഷ്യൻ മരിക്കുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും ചെയ്തു. ഫതജാവസ അൻഹു, അള്ളാഹു എല്ലാം അവർക്ക് വിട്ടുപുറത്തു കൊടുത്തു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്, മുത്തഫഖ് അലൈഹിയായ ഹദീസാണ്. കടം വാങ്ങിക്കുന്ന ആള് വളരെ കഷ്ടപ്പാടുള്ള ആളാണ്. നമുക്കാണെങ്കിലോ അള്ളാഹു നിഅമത്ത് നൽകിയിട്ടുമുണ്ടെങ്കിൽ ആ കാശ് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ പാവപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കുന്നത് അള്ളാഹു നമ്മോട് ഇളവ് ചെയ്യാൻ അത് കാരണമാകും. ഖാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങൾ പറഞ്ഞ ഒരു സംഭവം ഇബ്നു മസ്ഊദ്, മഹാനായ അബൂ മസ്ഊദ് അൽ ബദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുൻഗാമികളിൽ കഴിഞ്ഞുപോയ ഒരു മനുഷ്യൻ്റെ റൂഹിനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഏറ്റെടുക്കാൻ വന്നു. ഖാലൂ ലഹു, മലക്കുകൾ ചോദിച്ചുവല്ലോ, നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ഒരു നന്മയും അയാൾ ചെയ്തിട്ടില്ല. ലാ, ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഖാലൂ തദക്കർ, നീയൊന്ന് ഓർത്തു നോക്ക്. ലാ, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഇല്ലാ അന്നീ കുൻതു ഉദായിനുൻ നാസ്, ഞാൻ ജനങ്ങൾക്ക് കടം കൊടുക്കാറുള്ള ഒരാളായിരുന്നു. എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയും, അയ്യന്നുറുൽ മൂസിറ, മുതലാളിമാരോട് ആ കടം തിരിച്ചു വാങ്ങിക്കാൻ പറയാറുണ്ട്. പൈസ തിരിച്ചു തരാൻ കഴിയാത്ത ആളുകളോട് അത് വിട്ടുകൊടുക്കാനും ഞാൻ പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ ഓർഡർ വന്നു, തജാവസൂ അൻഹു, ഈ മനുഷ്യനോട് നിങ്ങളിനി ചോദിച്ച് ബുദ്ധിമുട്ടാക്കരുത്, ആ മനുഷ്യൻ്റെ എല്ലാ തെറ്റുകളും ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞുവെന്ന് ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും ഈ ഹദീസും റിപ്പോർട്ട് ചെയ്തു.